ആകാശിന്റെ ദൃഢതയേറിയ വാക്കുകൾ ഇരച്ചുകേറിയ ദേഷ്യത്തോടെ വരുന്ന ഭദ്രയുടെ കാലുകളെയും ദേഷ്യത്തെയും പിടിച്ചു നിർത്തി. ശിവയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അച്ചുവിന് തന്നെ പറ്റി എല്ലാം അറിയാം എന്നുള്ളത് അവൾക്കൊരു അത്ഭുതമായിരുന്നു. അന്ന് ആദ്യമായി ശിവയെ കാണുമ്പോ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നെ അപമാനിച്ചു പോയ ഇവളെ ഏതു വിധേനയെങ്കിലും തകർക്കണം എന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ. ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ മുഖം മാത്രം അറിയുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ശിവയുടെ ഇന്റർവ്യൂ വീഡിയോ കാണുന്നതും എന്റെ ദേഷ്യം തീർക്കാൻ അവളെ ഇവിടെ കൊണ്ടുവരണമെന്നും തീരുമാനിക്കുന്നതും. പക്ഷെ അന്ന് കണ്ടതിൽ നിന്നും ഒരുപാട് മാറ്റമുള്ള ശിവയെയാ പിന്നെ കണ്ടത്. മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കാതെ അവൾ അവളുടെ ജോലി തുടർന്നു. അതെല്ലാം എന്തുകൊണ്ടോ മനസ്സിന് ഒരുപാട് ഇഷ്ടം തോന്നി അവളോട്. അങ്ങനെ ഇരിക്കെയാണ് ഭദ്രയുടെ കമ്പനിയിൽ നിന്ന് മീറ്റിംഗിന് മെയിൽ വരുന്നത്. ആദ്യമായി അവളുടെ കണ്ണുകളിൽ കണ്ട പിടപ്പ് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നിന്നെ നേരിട്ട് കണ്ടപ്പോഴും അവസാനം എന്തോ ഒന്ന് അവളുടെ മനസ്സിനെ വേദനിപ്പിച്ച പോലെ എന്നെ പുണർന്നു നിന്ന് കരയുമ്പോ ഞാൻ മനസ്സിലാക്കി ഞാൻ അവളെ എന്നോ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. അത്രയും പറഞ്ഞു നിർത്തി അച്ഛൻ ചെറു ചിരിയാനെ നോക്കുമ്പോ കേൾവിക്കാരായി എല്ലാവരും ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരോടുമായി പങ്കുവെക്കുന്ന അച്ചുവിനെ കാണെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഹാനിക്ക്. ഐഷു അവനിൽ നിന്ന് പോയതിനു ശേഷം ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു മാറ്റം. അവന്റെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നതിൽ പിന്നെ ആരുമായും ഒന്നും അവൻ തുറന്നു സംസാരിച്ചിട്ടില്ല. ശിവയ്ക്കിതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്ന അച്ചുവിനോട് എന്താ തോന്നുന്നതെന്ന് പോലും. പിന്നീടുള്ള നാളുകളിലൊക്കെ മനസ്സിൽ തോന്നുന്നത് അവളോട് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എന്തൊക്കെ കരുതിക്കൂട്ടി പോയാലും അതുവരെ തോന്നാത്ത പരവേശം അവളുടെ അടുക്കലെത്തുമ്പോ തോന്നാറുണ്ട്. മനസ്സിലുള്ളത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവളത് കേൾക്കാൻ കൂട്ടാക്കാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. അതൊക്കെ വെറുതെ ഒഴിഞ്ഞു മാറാൻ കാണിക്കുന്നതായിട്ട് മാത്രമേ കരുതിയിരുന്നുള്ളൂ. അപ്പ എന്നെ കാണാൻ വരുന്നത് വരെ അപ്പയുടെ മകൾ ചിത്തുവിനെ എനിക്ക് തരാൻ സമ്മതമാണെന്ന് പറഞ്ഞ് എന്റെ അടുക്ക വരുമ്പോ എന്റെ മനസ്സിലുള്ളത് ശിവയാണെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ആ മുഖത്ത് കണ്ടത് നിരാശയായിരുന്നില്ല, ഒരുതരം സന്തോഷവും പ്രതീക്ഷയുമായിരുന്നു. കണ്ണു നിറഞ്ഞെന്നെ ചേർത്ത് പിടിക്കുമ്പോ ആ ഹൃദയമിടിച്ചത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ ഷെൽഫിൽ നിന്ന് വേണി അമ്മയുടെ മകൾ ചിത്തുവിന്റെ ഫോട്ടോ കിട്ടുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു ചിത്തു തന്നെയാണ് എന്റെ ശിവയെന്ന്. എന്റെ ശിവ എന്ന അച്ചുവിന്റെ അഭിസംബോധന ഭദ്രയുടെ ചങ്കിൽ കൊണ്ടു. ചുമരോട് ചാരി നിൽക്കുന്ന ദക്ഷക്കും ചങ്കിൽ ഇതേ വേദനയാണെന്ന് ഭദ്രയ്ക്ക് അറിഞ്ഞിരുന്നില്ല. അച്ചുവിന്റെ സംസാരമൊന്നും അവൾക്ക് കേൾക്കാനായില്ല. കണ്ണിൽ ഭദ്രയുടെ രൂപം മാത്രം. ഭദ്രയെ ശിവയുടെ കൂടെ അവൾക്ക് ഓർക്കാൻ പോലും വയ്യാത്തതായിരുന്നു. തന്റെയും ആദ്യത്തെ പ്രണയമാണെന്ന് അവൾ വേദനയോടെ ഓർത്തു. അതിനുശേഷം മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്തൊക്കെ വന്നാലും ശിവ ആകാശിനുള്ളതായിരിക്കുമെന്ന്. അവളുടെ പേര് പറഞ്ഞ് ഭദ്ര എന്നോട് വഴക്കിടുമ്പോ സത്യത്തിൽ ദേഷ്യം വന്നിരുന്നു. എന്റെ പെണ്ണിന്റെ പേര് മറ്റൊരാളുടെ നാവിൽ നിന്ന് അധികാരത്തിൽ വരുന്നതോർത്ത് രോഷത്തോടെ അവനെ അടിക്കാൻ പോയ എന്നെ പിടിച്ചു നിർത്തിയത് അപ്പയുടെ വാക്കുകളാണ്. ചിത്തു മുമ്പ് ഒരു വിവാഹം കഴിച്ചതാണെന്നും ഭർത്താവിന് അവളിലുള്ള വിശ്വാസമില്ലായ്മയിൽ ആ ബന്ധം തകർന്നെന്നും അപ്പ പറഞ്ഞത് ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ഭദ്രയാണതെന്ന് ആദ്യം വിശ്വാസം വന്നില്ലെങ്കിലും കല്യാണ ഫോട്ടോ അതൊക്കെ സത്യമാണെന്ന് തെളിയിച്ചു. അവളുടെ മനസ്സിൽ ഭദ്രയുണ്ടോ എന്നറിയാനായിരുന്നു പിന്നീട് എന്റെ ഉദ്ദേശം. ഇതുവരെ അവളെ സംബന്ധിച്ച് ഒന്നും തന്നെ അവൾ പറയാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷെ പെട്ടെന്നൊരെടുത്തു ചാട്ടത്തിൽ എന്റെ മനസ്സിലുള്ള പ്രണയം അവൾക്ക് മുന്നിൽ അറിയാതെ പറഞ്ഞു പോയി. അവളുടെ മനസ്സിൽ ഭദ്ര ഉണ്ടായിരുന്നെങ്കിൽ എന്നോടത് തുറന്നു പറയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. അതിനുവേണ്ടി പിന്നീടുള്ള സംസാരത്തിലും നോട്ടത്തിലും അവളെ ഡിസ്റ്റർബ് ചെയ്തു. പക്ഷെ അതുണ്ടായില്ല. അച്ചു നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. ഭദ്രയെ നോക്കിയപ്പോ അവനൊരു പകപ്പോടെ ശിവയിലേക്ക് മിഴികൾ നട്ടു. ഉരുണ്ടുകൂടിയ കണ്ണീർ കവളിനെ തഴുകി ഇറങ്ങുമ്പോഴും അവളുടെ മനസ്സിന്റെ വേദന കുറഞ്ഞില്ല. എനിക്ക് അവളുടെ പാസ്റ്റ് ആവശ്യമില്ലായിരുന്നു. അതറിയാതെയാ ഞാൻ അവളെ സ്നേഹിച്ചേ. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഉറപ്പിച്ചു, ഇനി ഒരാൾക്ക് വേണ്ടിയും ശിവയെ ഉപേക്ഷിക്കില്ലെന്ന്. അതൊന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ ഇവളോട് ചോദിക്കാതെ എന്റെ പേര് വെച്ച മോതിരം ഇവളുടെ വിരലിലണിഞ്ഞത്. അതും പറഞ്ഞച്ച് ശിവയുടെ കൈ ഉയർത്തി ഭദ്രയ്ക്ക് നേരെ പിടിച്ചു. പക്ഷെ ഇപ്പൊ തീരുമാനം ശിവയുടേതാ. അവൾക്കൊരിക്കലും എന്നെ അംഗീകരിക്കാനാവില്ല എന്നത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. വാക്കുകൾ ഇടറി അച്ചു പറഞ്ഞു നിർത്തുമ്പോഴും തലകുനിച്ച് തന്നെയാണ് അവൾ നിന്നിരുന്നത്. ഭദ്ര ഒരു വിറയലോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അവനെ തടയാൻ മുന്നിൽ അച്ചു ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും ഒന്നും മിണ്ടാതെ അച്ചു മാറി നിന്നു. അതെല്ലാവരിലും ഞെട്ടലുണ്ടാക്കി. ഇതൊന്നും കാണാൻ വയ്യ എന്ന പോലെ ദക്ഷ അവിടം വിട്ട് ഇറങ്ങിയിരുന്നു. പിന്നാലെ തന്നെ മഹിയും.
ശങ്കറിനും ആനന്ദിനും ആദിക്ക് ഒരുപോലെ ദേഷ്യം തോന്നി. ബദ്രിക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ സ്വന്തമാക്കുമെന്ന് വീരവാദം മുഴക്കിയത് എന്തിനാണെന്നോർത്ത് ഹാനിക്കും ദേഷ്യം തോന്നി. വിറക്കുന്ന കൈകളോടെ ബദ്രി ശിവയുടെ കയ്യിൽ പിടിക്കവേ ഞെട്ടലോടെ അവൾ അവനെ തല ഉയർത്തി നോക്കി. അവനിൽ തൊടുത്തുവിട്ട കത്തുന്ന നോട്ടം കാണെ ബദ്രിയുടെ മുഖം കുറ്റബോധത്താൽ കുനിഞ്ഞു. അച്ചു കണ്ണു മുറുക്കി അടച്ചു. തന്റേതാവാൻ സ്വപ്നം കണ്ടവൾ താൻ വഴി മറ്റൊരുവന്റെ ആവുന്നതോർത്ത് അവനിൽ നിരാശ പടർന്നു. ഭദ്ര അവളോട് കാണിച്ച നെറുകെട്ട പ്രവൃത്തി അച്ചുവിന്റെ മനസ്സിൽ തെളിഞ്ഞു. എന്നിരുന്നാലും അവളുടെ ഇഷ്ടം അതായിരുന്നു. അവന്റെ മനസ്സിൽ അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും താൻ കാരണം ഇല്ലാതാവാൻ പാടില്ല എന്നവനോർത്തു. ഭദ്രയെ നോക്കി അവളുടെ നോട്ടം അച്ചുവിൽ എത്തി നിന്നു. കണ്ണടച്ച് ശ്വാസം വലിച്ചുവിട്ടവൾ ഭദ്ര പിടിച്ചിരുന്ന കൈ തന്നിൽ നിന്ന് എടുത്തു മാറ്റി ആരെയും നോക്കാതെ അവിടെ വിട്ടിറങ്ങി. അവസാനം ശിവ നോക്കിയ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ ഭദ്രയെ തലകുനിച്ചു. തലവഴി തണുത്ത വെള്ളം വീഴുമ്പോൾ അവളുടെ മനസ്സിന്റെ ഭാരം കുറയുന്നതുപോലെ തോന്നി. കണ്ണുകൾ മുറുക്കി അടച്ചെങ്കിലും അതിനിടയിൽ കൂടി വെള്ളത്തിൽ ചാലിച്ച മിശ്രിതം പോലെ കണ്ണുനീരും ഒഴുകിയിറങ്ങി. അവളുടെ മനസ്സിൽ അച്ചു പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു. അവസാനം അവൾക്ക് തീരുമാനിക്കാൻ മാറിക്കൊടുത്ത അച്ചുവിനെ കാണെ അവൾക്ക് എന്തുകൊണ്ടോ ഐശുവിനെ ഓർമ്മ വന്നു. അടുത്ത നിമിഷം അവളുടെ മുന്നിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഭദ്രയുടെ മുഖം തെളിഞ്ഞു. ഒരു പിടച്ചിലോടെ കണ്ണ് വലിച്ചു തുറന്ന് മുന്നിലുള്ള കണ്ണാടിയിൽ നോക്കി. അതിൽ കാണുന്ന പ്രതിബിംബത്തെ കുറച്ചുനേരം നോക്കി നിന്നു. അതിൽ അവളുടെ തലയിൽ മുടിയുടെ മറവിൽ ഒളിഞ്ഞിരുന്ന പാട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മ്യൂച്വൽ പെറ്റീഷൻ ഒപ്പിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ്. വലിയ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. അതിനു പകരം മനസ്സിൽ ഒരുപാട് മുറിവുകൾ സംഭവിക്കാനിടയായ അപകടം. ഒരു ദിവസം മുഴുവൻ ബോധം മറിഞ്ഞു കിടന്നിരുന്നു. പിന്നീടുള്ള 2 ദിവസം ആശുപത്രിയിൽ കിടന്നെങ്കിലും ഭദ്രയുടെ ഒരു നോട്ടം പോലും തനിക്ക് നേരെ ഉണ്ടായില്ല. ഇടക്ക് വന്നിരുന്നെന്ന് ആനന്ദ് പറഞ്ഞ് അവൾ അറിഞ്ഞിരുന്നു. പക്ഷെ അവളെ കാണാതെ തിരിച്ചുപോയി. അതൊക്കെ അവളിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ഭദ്രയുടെ വീട്ടിൽ തന്നെ താൻ നിൽക്കും എന്നവൾ വാശി പിടിച്ചു. അന്ന് തുടങ്ങി ഭദ്ര അവളെ വഴക്ക് പറയാനും ആക്ഷേപിക്കാനും. എന്നാലും അവൾ പിടിച്ചു നിന്നു. ഒരു ദിവസം പതിവ് പോലെ അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ടേബിളിൽ ഇരുന്ന ഒരു കവർ അവൾ കണ്ടു. സാധാരണ ഭദ്രയുടെ സാധനങ്ങൾ അവനോട് അനുവാദം ചോദിക്കാതെ ശിവ എടുക്കാറില്ല. എന്നാൽ ഇത് അവളുടെ പേര് കവറിന്റെ മുകൾ ഭാഗത്ത് കണ്ടതുകൊണ്ട് പൊട്ടിക്കാത്ത കവർ തിരിച്ചു മറിച്ചു നോക്കി. എന്തിന്റെയോ മെഡിക്കൽ റിപ്പോർട്ട് ആണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. വല്ലാതെ ഇടിക്കുന്ന ഹൃദയത്തോടെ അത് പൊട്ടിച്ചു നോക്കെ അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അവൾ കടക്കാൻ സാധിച്ചില്ല. കയ്യിൽ നിന്ന് താഴേക്ക് ദൂർന്നു പോകുമ്പോൾ അവളും തളർന്നു പോയിരുന്നു. വാശിയിലത് കയ്യിൽ മുറുക്കി പിടിച്ച് താഴേക്കിറങ്ങവേ തനിക്കെതിരെ വരുന്ന ഭദ്രയെ കണ്ട് ശരവേഗത്തിൽ അവന്റെ കോളറിൽ പിടിച്ചു. വാട്ട് ദ ഹെൽ! അവളുടെ കൈ തന്റെ ഷർട്ടിൽ നിന്ന് ബലമായി പിടിച്ചു മാറ്റി ഭദ്രി അലറിയതും ശിവ ഉശിരോടെ ചുരുട്ടിപ്പിടിച്ചിരുന്ന റിപ്പോർട്ട് അവന്റെ നേരെ എറിഞ്ഞു. അവളെയും ആ പേപ്പറിനെയും ഭദ്രി കാര്യം മനസ്സിലാവാതെ നോക്കി നിന്നു. ഇത്രയും തറന്താഴ്ന്നു പോയവളായിട്ടാണോ? അതുകൊണ്ടാണോ താൻ ഈ ടെസ്റ്റ് ചെയ്യിപ്പിച്ചത്? ആണോന്ന് അവന്റെ നേരെ ഉതിർത്ത വെറുമൊരു ചോദ്യമായിരുന്നില്ല, അലർച്ചയായിരുന്നു. അവളുടെ കണ്ണിൽ കണ്ട അഗ്നി അവനെ ദഹിപ്പിക്കും പാകമുള്ളതായിരുന്നു. അവളുടെ അലർച്ച കേട്ട് ആദ്യം അരുന്ധതിയും അവരുടെ അടുത്തേക്ക് വന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ ആദ്യം നോക്കി. താഴെ കിടക്കുന്ന പേപ്പർ ഒരു അന്താളിപ്പോടെ എടുത്തു. ഭദ്രയുടെ മുഖത്ത് താൻ ചെയ്തത് അല്പം കടന്നു പോയിരുന്നോ എന്ന ചോദ്യമായിരുന്നു. അതിൽ ശിവയുടെ വെർജിനിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണെന്ന് കാണെ ആദ്യയുടെ കൈത്തലം ഭദ്രയുടെ കരണത്തിൽ പതിച്ചിരുന്നു. കൂടെ തന്നെ ആ പേപ്പർ പലതായി കീറി അവന്റെ മുന്നിലിട്ട് ഒന്നും മിണ്ടാത്ത ശിവയെ ചേർത്ത് പിടിച്ചു. കുറെ നേരം അയാളുടെ നെഞ്ചിൽ കിടന്ന് തേങ്ങിക്കരഞ്ഞവൾ അവസാനം ഭദ്രയെ നിർവചിക്കാനാവാത്ത വിധത്തിലൊരു നോട്ടം നോക്കി അവന്റെ വീട് വിട്ടിറങ്ങി. പോകരുതെന്ന് പറയാനോ തിരിച്ചു വിളിക്കാനോ അവിടെ നിൽക്കുന്നവരിൽ ആർക്കും അവകാശമില്ലെന്ന് തോന്നി. ഗേറ്റ് കടക്കുന്നതിന് മുന്നേ ശിവ ബോധം മറിഞ്ഞ് നിലത്ത് വീണിരുന്നു. പിന്നെ ഭദ്ര കാണുന്നത് ബന്ധം വേർപെടുത്താൻ ഒരു മടിയും കൂടാതെ ഒപ്പുവെക്കുന്നവളെയാണ്. കഴിഞ്ഞ കാര്യം ഓരോന്നും അവളുടെ കൺമുന്നിൽ തെളിയുമ്പോൾ അവൾക്ക് പുച്ഛം തോന്നി. ശിവ, ഡാ, എന്തെടുക്കുക അവിടെ? ശിവ, പെണ്ണെ, വേഗം വന്നേ. പുറത്തു നിന്നുള്ള അല്ലിയുടെ നിർത്താതെയുള്ള വിളി കാരണം അവൾക്കൊന്ന് മൂളി. ശിവ അതേ വാശിയിൽ കണ്ണു തുടച്ചു. ഇനി കരയില്ലെന്ന് മനസ്സിലുറപ്പിച്ചു. പുറത്തിറങ്ങുന്നതിന് മുന്നേ അവളുടെ ശ്രദ്ധ മോതിരം വിരലിലേക്ക് നീണ്ടു. അച്ചു അണിയിച്ച മോതിരത്തിലേക്ക് കുറച്ചുനേരം നോക്കി നിന്ന് അതൊന്നുകൂടി തന്റെ വിരലിൽ ചേർന്ന് കിടക്കുന്ന വിധത്തിലിട്ടു. ആ നിമിഷം അവളിൽ ഒരു കുളിർ അനുഭവപ്പെട്ടു. ഹൃദയത്തിലേക്ക് ഒരു വെയിൻ ആ വിരലിൽ നിന്നും പോകും എന്ന് ആരോ പറഞ്ഞതവൾ ഓർത്തു. നിർത്താതെയുള്ള റിംഗ്ടോൺ കേട്ടുകൊണ്ടാണ് ദക്ഷ കണ്ണു തുറന്നത്. 2 കണ്ണും നീര് വെച്ചിട്ടുണ്ട്. കരഞ്ഞു കിടന്നതുകൊണ്ട് ഇപ്പോഴും തലപൊട്ടുന്ന തരത്തിൽ വേദന എടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. കണ്ണുനീര് വരുന്നതിൽ കുറവ് സംഭവിച്ചെങ്കിലും അവളുടെ മനസ്സിലൊരു ഭാരം എടുത്തു വെച്ചതുപോലെ തോന്നി. നെഞ്ചൊക്കെ വല്ലാത്ത വേദന തോന്നി. റിംഗ്ടോൺ കേൾക്കുന്ന ഭാഗത്ത് പോകാൻ നിന്നെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല.
കാലുകൾ കുഴയുന്ന പോലെ കൈയും കാലും ഒക്കെ മരവിച്ച അവസ്ഥ. കണ്ണുകൾ തന്നെ അടഞ്ഞുപോയി. വീണ്ടും ഫോണടിക്കാൻ തുടങ്ങിയതും പാടുപെട്ടി കണ്ണ് വലിച്ചു തുറന്നു. തളർച്ചയിലും തന്റെ കാര്യങ്ങൾ നോക്കാൻ താൻ മാത്രമേ അവിടെ ഉള്ളൂ എന്ന ചിന്ത അവളിൽ ഉടലെടുത്തതും കുറച്ചുനേരം കണ്ണടച്ച് മൈൻഡ് റിലാക്സ്ഡ് ആക്കി അവിടുന്ന് എഴുന്നേറ്റു. വല്ലാത്തൊരു മൂളക്കത്തോടെ തലക്കുള്ളിൽ നിന്നും സൗണ്ട് വന്നതോടുകൂടി കണ്ണിലും ഇരുട്ട് പടർന്നു. ടേബിളിൽ തട്ടി താഴെ വീഴാൻ പോവെ മറ്റൊരു കൈ വന്ന് അവളെ താങ്ങിപ്പിടിച്ചതും ഒപ്പമായിരുന്നു. താങ്ങിയാളുടെ മുഖം കാണുന്നതിന് മുന്നേ അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു.